ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാം എന്നിപ്പോ പിന്നെ അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പുതിയ നിയമപ്രകാരം 11 അംഗങ്ങളുള്ള വഖഫ് ബോർഡിൽ 2 അമുസ്ലിം അംഗങ്ങൾ വേണമെന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ LDF സർക്കാർ 9 അംഗങ്ങളെ നിയമിച്ച് ഇനി 2 അംഗങ്ങളെ ഒഴിച്ചിട്ടിട്ടാണ് വഖഫ് സംഘടന പുനഃസ്ഥാപിച്ചത്. ചെയർമാനായിട്ട് മുൻ മുസ്ലിം ലീഗ് സെക്രട്ടറി ഒക്കെ ആയിരുന്ന KS ഹംസയെ നിയമിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം ഇപ്പോ ഷോൺ ജോർജ്, BJPയുടെ ഷോൺ ജോർജ് ഇവിടെ 2 അമുസ്ലിം അംഗങ്ങളെ നിയോഗിക്കാത്തത് കാരണം വഖഫ് ബോർഡ് ഉണ്ടാക്കുന്ന തീരുമാനങ്ങളൊക്കെ അയോഗ്യത കൽപ്പിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് 2 അമുസ്ലിം അംഗങ്ങളെ ഇതിലേക്ക് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത് മുസ്ലിം ലീഗ് ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രശ്നം വരണമെന്ന്, ഷോൺ ജോർജ് പോകണമെന്നും അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പൊ ഇത് വഖഫ് പുനഃസംഘടിപ്പിക്കണം എന്ന് പറഞ്ഞത് എന്താ പറയാ, ഒരു മുസ്ലിം ലീഗിന് അഡ്വാൻറ്റേജ് ആണെന്ന് തോന്നുന്നത്? അല്ലെങ്കിൽ ഇതിന് വന്ന മാറ്റം എന്താ വെച്ചാല് 2024 വഖഫ് ആക്ട് ഭേദഗതി വന്നല്ലോ, പാർലമെന്റ് പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ചു. അതുവരെ ഉണ്ടായിരുന്ന വഖഫ് ബോർഡുകളും ഇപ്പം നിലവിൽ നിങ്ങൾ പറഞ്ഞ കഴിഞ്ഞ LDF ഗവൺമെന്റിന്റെ നമ്മളെ ഇനെന്താണ് KS ഹംസയും ഉമ്മർ ഫൈസിയുള്ള വഖഫ് ബോർഡും തമ്മിൽ വലിയ മാറ്റമുണ്ട്. അതുവരെ ഉണ്ടായിരുന്ന വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ അത് എലക്റ്റഡ് ആയിരുന്നു, അതിൽ നോമിനേറ്റഡ് അംഗങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്ത വഖഫ് സ്വത്തുക്കളുടെ കാവൽക്കാരാണ്, അത്രേ ഉള്ളൂ. ഇപ്പൊ ചിലരൊക്കെ പറയും, ഇപ്പൊ നാളെ ചർച്ചയിൽ ആരൊരാൾ പറഞ്ഞു കേട്ടു, ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വത്തുള്ള വഖഫ് ബോർഡിന് ഒരു സ്വത്തുമില്ല. അതിപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്കൊരു വീടുണ്ട് വിചാരിച്ചാൽ, ആ വീടിന്റെ നമ്മൾ കാവലിനൊരു സെക്യൂരിറ്റി വെക്കുമല്ലോ, എന്നപോലെ വഖഫ് സ്വത്തുക്കളുടെ കാവൽ. പക്ഷെ ഈ വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന മുത്തവല്ലികളുണ്ട്. ആ മുത്തവല്ലികളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തെരഞ്ഞെടുപ്പ് നടക്കും, വോട്ടെടുപ്പ്. ഇപ്പൊ ഞങ്ങളുടെ മദ്രസ അതില് മുത്തവല്ലി കോട്ടയില് ഇലക്ടർ റോളിലുള്ള സ്ഥാപനമാണ്. അപ്പൊ അതിന്റെ പ്രസിഡന്റ് നിലയ്ക്ക് എനിക്ക് വോട്ടുണ്ടാവും, എനിക്ക് മത്സരിക്കും ചെയ്യാം മുത്തവല്ലി കോട്ടയിൽ. അങ്ങനെ മത്സരിച്ച 2 ആള് ജയിച്ച 2 ആളെന്ന് MC മൈനാജി, അഡ്വക്കേറ്റ് P സൈനുദ്ദീൻ. അവിടെ വഖഫ് ബോർഡ് ചെയർമാനെ ഗവൺമെന്റ് മറ്റ് കോർപ്പറേഷൻ ബോർഡ് ചെയർമാൻമാരെ നിയമിക്കുന്നത് പോലെ നോമിനേറ്റ് ചെയ്യല്ല, ബോർഡ് ചെയർമാനെ ഈ എലക്ട് ചെയ്ത് വന്ന 2 മുത്തവല്ലിമാർ എന്ന് പറഞ്ഞ ഓരോ മഹല്ലും, അത് വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്ത, നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്ത ഓരോ മഹല്ലും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച 2 അംഗങ്ങൾ മുസ്ലിം MLA-മാർക്കിടയിൽ നിന്ന് എലക്ട് ചെയ്ത് വരുന്നത്, അത് MP-മാർ എലക്ട് ചെയ്ത് വരുന്നത്. ഇവരെല്ലാം ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങളുണ്ടാവും, ഗവൺമെന്റ് സെക്രട്ടറി ഉണ്ട്. ഇവരെല്ലാവരും കൂടിയിട്ടാണ് വഖഫ് ബോർഡ് ചെയർമാനെ എലക്ട് ചെയ്യാണ്. അപ്പൊ ആ എലക്റ്റഡ് ബോഡിയാണ്. ആ എലക്റ്റഡ് ബോഡിയുടെ കാലാവധി 5 വർഷം. അതുകൊണ്ട് വരുന്ന ഗവൺമെന്റുകൾ മാറി വരുമ്പോൾ എന്ത് ചെയ്യാറില്ല, ആ ബോർഡുകള് പുനഃസംഘടിപ്പിക്കില്ല. എന്തുകൊണ്ടാണ്? ഇലക്ഷൻ അതിന് പ്രോസസ്. പക്ഷെ 2024 BJP ഗവൺമെന്റ് കൊണ്ടുവന്ന വഖഫ് അമെൻമെന്റ് ആക്ട്, ആ ആക്ടിനെ പാർലമെന്റിനകത്തും പുറത്തും അന്നും ഇന്നും എതിർക്കുകയും അത് ബില്ല് പാസ്സായി നിയമമായപ്പോൾ അതിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പക്ഷേ ആ ആക്ട് അനുസരിച്ച് വഖഫ് ബോർഡ് എന്തായി, മറ്റ് ബോർഡ് കോർപ്പറേഷനുകൾ പോലെ ചെയർമാനെ നോമിനേറ്റ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, സ്പിന്നിംഗ് മില്ലിന്റെ ചെയർമാന് ഇങ്ങനെ LDF-ന്റെ കാലത്ത് ഒരാളായിരുന്നു. ഗവൺമെന്റ് വരുമ്പോൾ എന്ത് ചെയ്യും, അത് രാജിവെക്കും. സ്വാഭാവികമായിട്ടും ഈ ഗവൺമെന്റ് വരുമ്പോ KS ഹംസയുടെ വഖഫ് ബോർഡ് ചെയ്യേണ്ടത് എന്താ അറിയോ, രാജിവെച്ച് പോവാണ്. എന്തുകൊണ്ടാ വെച്ചാൽ അത് എലക്റ്റഡ് ബോഡിയല്ല, നോമിനേറ്റഡ് ആണ്. 2024 മുമ്പുള്ള ബോഡിയല്ല. പക്ഷെ അവരതിന്മേൽ കടിച്ചു തൂങ്ങി, കടിച്ചു തൂങ്ങി. പക്ഷെ മുസ്ലിം ലീഗ് അത് പിരിച്ചുവിടാനോ രാജിവെക്കണമെന്ന് പറയാനോ ഒന്നുമില്ല. ഞാൻ ബഹുമാനപ്പെട്ട വഖഫ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ശംസുദ്ദീനുമായി പല വിഷയങ്ങളും ചർച്ച ചെയ്യാൻ പോലും ഈ വഖഫ് ബോർഡിനെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. KS ഹംസ ചെയർമാനായ വഖഫ് ബോർഡിനെ UDF ഗവൺമെന്റ് വന്നിട്ട് ഈ 2 മാസക്കാലങ്ങൾക്കിടയിൽ വഖഫിന്റെ വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണ പറയുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ മാന്യത രാജിവെക്കലാണ്. ഹുസൈൻ അണ്ടത്താനിയായിരുന്നു നമ്മൾ ഇതിന്റെ ചെയർമാനിന്റെ മാപ്പിള കലാ അക്കാദമി, അദ്ദേഹം രാജ്യന്തോണാക്ക നോമിനേറ്റഡ് ആണ്. അല്ലാതെ റഷീദ് അലി ശിഹാബ് തങ്ങളും KA ജലീലും എന്തിനേറെ TK ഹംസ പോലും ചെയർമാനായ വഖഫ് ബോർഡ് പോലെ അല്ല, അത് നോമിനേറ്റഡ്. അപ്പൊ നോമിനേറ്റഡ് ബോഡികൾ ഇതേ ഉള്ളൂ. പക്ഷെ ഇവരവിടെ പിടിച്ചു നിന്നു. ചരിത്രത്തിലെ ആദ്യമായിട്ട് ലീഗിന് അംഗങ്ങളില്ലാത്ത ഒരു വഖഫ് ബോർഡും കൂടിയാണ് ഇത്.
ശരിയല്ലേ? അതിന് വേറൊന്നുണ്ട്, എന്താണ് ലീഗിന്റെ അംഗങ്ങൾ എന്നുള്ളവർക്ക് വഖഫ് ബോർഡിലെ മുസ്ലിം ലീഗിന്റെ ഭാരവാഹികൾ ആരും വരലില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ലീഗുമായി ബന്ധപ്പെട്ട ആളുകളില്ലാത്ത വഖഫ് ബോർഡ് ലീഗുമായി ബന്ധപ്പെട്ടല്ല വഖഫ് ബോർഡിലെ അംഗങ്ങൾ ഉണ്ടാകേണ്ടത്. വഖഫ് ബോർഡിലെ അംഗങ്ങൾ ഉണ്ടാകേണ്ടത് വഖഫ് ബോർഡ്. ഈ റഷീദ് അലി ശിഹാബ് തങ്ങളൊക്കെ പിന്നെ ഏത് കോട്ടയിലാപ്പാവും? റഷീദ് അലി ശിഹാബ് തങ്ങൾ മായിനാജി ആയിട്ടുണ്ട്. അപ്പൊ താങ്കൾ മുത്തവല്ലി കോട്ടയിലാണ് അവരൊക്കെ പോകുന്നതല്ല. മായിനാജി ഒരു വഖഫ് പ്രോപ്പർട്ടിയുടെ മുത്തവല്ലി എന്നുള്ള നിലക്ക് അദ്ദേഹം ആ വഖഫ് വോട്ടർ പട്ടികയിൽ അംഗം എന്നുള്ള നിലക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. കേരളത്തിലെ ഈ മുസ്ലിം മഹല്ല് അതിൽ പിന്നെ സുന്നി AP EK വിഭാഗങ്ങൾക്കുണ്ട്, വഖഫ് സ്വത്തുക്കളുണ്ട്, മുജാഹിദ് വിഭാഗങ്ങൾക്കുണ്ട്, എല്ലാ വിഭാഗങ്ങൾക്കും ഉണ്ട്. ഇവരെല്ലാവരും വോട്ടർമാരാണ്. അങ്ങനെ മത്സരിച്ച് എതിർ സ്ഥാനാർത്ഥികളും ഉണ്ടാവും, മത്സരിച്ച് വിജയിച്ചു വരുന്ന പോലെയാണ്. അപ്പൊ അത് ഈ യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ മുസ്ലിം ലീഗിന് CPM എന്ന് പറഞ്ഞുള്ള വഖഫ് ബോർഡ് ഉണ്ടല്ലോ, ആ വഖഫ് ബോർഡ് ഉണ്ടായത് രണ്ടാം പിണറായി ഗവൺമെന്റിലാണ്. മനസ്സിലായി. വളരെ വ്യക്തമായിട്ടുള്ള ആൻസർ. ആളുകൾ അറിയേണ്ട ഒരു കാര്യം, ആളുകൾക്ക് അറിയില്ല. അതായത് ഇതുവരെ വഖഫ് ബോർഡിൽ മുത്തവല്ലിമാർ എന്ന് പറയുന്ന, അതായത് വഖഫ് സ്വത്തുക്കളുള്ള പള്ളി കമ്മിറ്റി ഒക്കെ ആണെങ്കിൽ അതിന്റെ ആളുകൾ വോട്ട് ചെയ്തിട്ട് തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റികളാണ് ഇതുവരെ കേരളത്തിൽ. അവർക്ക് മത്സരിക്കും ചെയ്യും. ഇപ്പൊ നൗഷാദ് മണ്ണിശ്ശേരിക്ക ഒരു മുത്തവല്ലി ആണെങ്കിൽ പുള്ളിക്ക് മത്സരിക്കാൻ പറ്റും. ആളുകൾ വോട്ട് ചെയ്തിട്ടാണ് വഖഫ് ബോർഡ് അംഗമാവുന്നത്. പക്ഷെ മോഡി ഗവൺമെന്റ് ഈ നിയമം ഉണ്ടാക്കിയതിനു ശേഷം, വഖഫ് ബോർഡ് നിയമം പുനഃസംഘടിപ്പിച്ചതിന് കൂട്ടത്തിലൊന്നും പറയട്ടെ, ഈ നിയമം അല്ല, ഇത് പുതിയ അറിവായിരിക്കും, ചാനൽ ഇത് പറയുന്നില്ല. മോഡി ഗവൺമെന്റ് ഇത് കൊണ്ടുവന്ന ഉടനെ ഇന്ത്യയിൽ ആദ്യമായി നോമിനേറ്റഡ് വഖഫ് ബോർഡിനെ കൊണ്ടുവന്ന ആരറിയോ? കേരള പിണറായി ഗവൺമെന്റ്. അല്ല, ഇത് ആൾക്കാർ അറിയട്ടെ. അതായത് ജനാധിപത്യ രീതിയിൽ ആളുകൾ AP EKക്കാരല്ല, മുസ്ലിങ്ങളിലെ എല്ലാ സംഘടനകളും വോട്ട് ചെയ്തിട്ടാണ് വഖഫ് ബോർഡിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ലീഗ് അംഗങ്ങൾ എല്ലാ അംഗങ്ങളെയല്ല, 2 അംഗങ്ങൾ അങ്ങനെ തെരഞ്ഞെടുക്കും. പിന്നെ മുസ്ലിം MLM അത് ഇലക്ഷനാണ്. അതെ, ഇൻഡയറക്റ്റ് ആയിട്ട്. കാരണം തെരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാർക്ക് മാത്രമാണ് തെരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാർക്ക് മാത്രം എന്ന് പറഞ്ഞാൽ ആ MLA-മാർക്കും മത്സരിക്കാം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് എന്താണ്, P. ഉബൈദുള്ള തവണ മത്സരിക്കുമ്പോ ഉബൈദുള്ളക്കെതിരെ കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർക്ക് മത്സരിക്കാം, മുസ്ലിം MLA-മാർക്ക്. അങ്ങനെ അവിടെ മുസ്ലിം MLA-മാർ വോട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിനൊരു ജനാധിപത്യ സ്വഭാവം ഉണ്ടായി. അതായത് തെരഞ്ഞെടുക്കപ്പെടുന്നവരുണ്ട്, MLA-മാരുടെ കൂട്ടത്തിൽ നിന്ന് MP-മാരുടെ കൂട്ടത്തിൽ നിന്നുണ്ട്. ഇതൊക്കെ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ഇലക്ഷൻ പ്രോസസ്സിലൂടെ വരുന്നത്. നോമിനേറ്റഡ് അംഗങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ പൂർണ്ണമായിട്ട്, പക്ഷെ അത് ഒന്നും കൂടി പറയണം, അങ്ങനെ നോമിനേറ്റഡ് അംഗങ്ങളും ഈ മുത്തവല്ലിമാരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് വിജയിച്ചു വരുന്ന അംഗങ്ങളും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെ കോട്ടയിൽ നിന്ന് വിജയിച്ചു വരുന്ന അംഗങ്ങളും അവർ കൂടിയിരുന്ന് ചെയർമാനെ തെരഞ്ഞെടുക്കുകയാണ്. അവിടെ മത്സരിക്കാം. ചെയർമാനാകാൻ വേണ്ടി മത്സരിക്കാം. ഈ മെമ്പർമാർക്കിടയിൽ ഭൂരിപക്ഷം കിട്ടുന്ന ആളെ ചെയർമാൻ. CPM അനുഭാവിയായ ഒരു പള്ളി മുത്തവല്ലിക്ക് ഇതുവരെയുള്ള നിയമപ്രകാരം അദ്ദേഹത്തിന് ഇലക്ഷനിൽ മത്സരിച്ചെടുത്ത് അല്ലെ അദ്ദേഹത്തിന് ചെയർമാനാവാൻ മത്സരിക്കായിരുന്നു. UDF ആണ് അധികാരത്തിലെങ്കിലും പുള്ളി തെരഞ്ഞെടുക്കപ്പെട്ടാല് വളരെ സത്യസന്ധമായിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ മോഡി ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നതിന് ശേഷം ആളുകളെ നോമിനേറ്റ് ചെയ്യാണ്. മോഡി ഗവൺമെന്റിന് അതിനുണ്ടായ ചേതോവികാരം എന്താ വെച്ചാൽ, ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ആളുകൾക്ക് ഇതൊന്ന് മനസ്സിലാക്കണമല്ലോ. അപ്പൊ 11 അംഗങ്ങൾ ടോട്ടൽ വേണം. അപ്പൊ മോഡി ഗവൺമെന്റ് അതിന്റെ 20ാമത്തെ അനുച്ഛേദ പ്രകാരം അവർ പറയുന്നത് 2 അംഗങ്ങൾ അമുസ്ലിം അംഗങ്ങളാവണം. ഇപ്പൊ ഇടതുപക്ഷ സർക്കാർ വളരെ സൂത്രശാലികളായതുകൊണ്ട് അവർ ഈ 9 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുകയും അതിൽ നിന്ന് അവർക്ക് താല്പര്യമുള്ള ഒരാളെ, അത് പൊന്നാനി ഇലക്ഷനിൽ തോറ്റ ലീഗിൽ നിന്ന് പുറംപോയ KS ഹംസയെ അതിന്റെ ചെയർമാനാക്കുകയൊക്കെ ചെയ്യും. KS ഹംസക്ക് ഒരു ചരിത്രം കൂടിയുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ നോമിനേറ്റഡ് വഖഫ് ബോർഡ് ചെയർമാനും കൂടിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നോമിനേറ്റഡ് വഖഫ് ബോർഡ് ചെയർമാൻ കൂടിയാണ് KS ഹംസ. അങ്ങനെ ഈ 9 വാക്കന്റ് ആക്കി ഇട്ടു. 9 നോമിനേറ്റ് ചെയ്യപ്പെട്ടു, 2 വാക്കന്റ് ആക്കി ഇട്ടു. സ്വാഭാവികമായിട്ടും നിയമപ്രകാരം അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ഷോൺ ജോർജ് കോടതിയിൽ പോയി. ശരിക്കും രാഷ്ട്രീയ മര്യാദ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് മാറുമ്പോൾ നോമിനേറ്റ് അംഗങ്ങളെ രാജിവെക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ KS ഹംസ കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചത് ഞാൻ രാജിവെക്കൂല, 5 വർഷമാണ് ഇതിന്റെ കാലാവധി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രാഷ്ട്രീയ മാന്യത KS ഹംസ കാണിക്കുന്നില്ല. ഇവിടെ ഇപ്പോ മോയിൻകുട്ടി പിന്നെ എല്ലാത്തിലും അങ്ങനെ തന്നെ ഹുസൈൻ അടത്താനി കാണിച്ച പോലത്തെ ഒരു മാന്യത KS ഹംസ കാണിക്കുന്നില്ല എന്ന് അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അത് സത്യവുമാണ്. അപ്പൊ ഇവിടുത്തെ ചോദ്യം വളരെ നിസ്സാരമായിട്ടുള്ള, ഇപ്പൊ ഇതിൽ നിന്ന് ഉത്തരം 90% ആയി, നമുക്കിനൊന്നും വേണ്ട. ഇത് ചോദ്യം എത്ര ഉള്ളൂ, വളരെ ജനങ്ങൾക്ക് അറിയേണ്ട ഒരു ചോദ്യം, ആളുകളൊക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. 9 അംഗങ്ങള് മുസ്ലിങ്ങളുണ്ട്, 2 അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കേരളം പോലുള്ള സ്ഥലത്ത് പ്രത്യേകിച്ച് ഒന്നും നടക്കാനില്ല. അപ്പൊ നമ്മൾ പറയണ ലീഗിൽ നിന്നാണെങ്കിൽ ജയന്തി രാജനങ്ങ് ഉൾപ്പെടുത്തി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മളെ ഉണ്ണിയേട്ടന്റെ മകള് മിജിയെ ഒക്കെ ഉണ്ടാക്കി വിചാരിച്ച് പ്രത്യേകിച്ച് വഖഫ് ബോർഡിനൊന്നും സംഭവിക്കാനില്ല. അപ്പോൾ
കേരളത്തിൽ ഇത് ഓക്കെയാണ്. ഇപ്പൊ ലീഗിനെ സംബന്ധിച്ചിടത്തോളം 2 അംഗങ്ങളെങ്കിലും വഖഫ് ബോർഡിൽ കിട്ടാൻ ഇത് ഇൻഡയറക്ട്ലി എങ്കിലും ഉപകാരപ്പെടൂലേ പി ഷോൺ ജോർജ് കോടതി പോയത്? അല്ല, ഇതിന്റെ ഒരു വിഷയം എന്താ അറിയോ, എന്താണ് ഇത് ചൊറിയാൻ വേണ്ടിയുള്ള ചോദ്യമല്ല. അല്ല ഞങ്ങൾ പറഞ്ഞ മനസ്സിലാക്കുക. ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ വഖഫ് ബോർഡ് പറഞ്ഞാൽ ഒരു സെമി ജുഡീഷ്യൽ പവറും കൂടിയുള്ള വഖഫ് ബോർഡിൽ കൈകാര്യം ചെയ്യുന്ന എന്താണ് ഈ വഖഫ് സ്വത്തുക്കളുടെ കാര്യങ്ങളാണ്, മറ്റൊന്നുമില്ലല്ലോ. അതിന്റെ സംരക്ഷണം, അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തർക്കങ്ങള്, പിന്നെ സിവിൽ പ്രശ്നങ്ങൾ, അതൊക്കെയാണ്. അത് വഖഫ് ആരാ ചെയ്യാ? വഖഫ് അള്ളാഹുവിന്റെ നാമത്തിൽ മുസ്ലിങ്ങൾ വഖഫ് ചെയ്യുന്ന സാധനം സ്വാഭാവികമായിട്ടും അത് മുസ്ലിങ്ങൾ ആണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങൾ വേണമെന്ന് നാളെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പൊ അതന്നെ അപ്പൊ അതിൽ നിങ്ങൾ ഉത്തരം പറയണം. അപ്പൊ അതുകൊണ്ടാണ് പാർലമെന്റില് നമ്മളിതിനെ എതിർത്തത്. പാർലമെന്റ് പക്ഷെ ഇപ്പൊ കോടതിയിൽ ഇപ്പൊ ഇന്ന് മുഖ്യമന്ത്രി പോലും നമുക്ക് അങ്ങനെ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാനൊന്നും പറ്റൂല, എന്തായാലും 2 മുസ്ലിം അംഗങ്ങളെ നമുക്ക് ഇതില് ഉൾപ്പെടുത്തേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആവല്ലേ ലീഗ്? എങ്ങനെ സമുദായത്തിന് ഇത് ബോധ്യപ്പെടും? അങ്ങനല്ല സമുദായത്തിനൊക്കെ ബോധ്യമുണ്ട്. അങ്ങനല്ല, ഇതിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മുടെ രാജ്യത്തിന്റെ നിയമമാണ്. ഇപ്പൊ വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ വഖഫ് ആക്ട് ആണ്. അല്ലാതെ ഇതെന്ത് പ്രവാചകൻ ഉണ്ടാക്കിയ ഒരു കമ്മിറ്റി അല്ലല്ലോ വഖഫ് എന്ന് പറഞ്ഞാൽ. അല്ല, ഇന്ത്യയിൽ വഖഫ് വരുന്നത് എങ്ങനെയാണ്? പിന്നെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ലക്ഷക്കണക്കായ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടുമ്പോൾ അന്ന് മുഹമ്മദ് അലി ജിന്ന സാഹിബ് പാർലമെന്റിൽ വഖഫ് അൽ ഔലാദ് എന്ന് പറഞ്ഞൊരു പിന്നെ ബില്ല് പൈലറ്റ് ചെയ്തത് പാസ്സാക്കിയെടുക്കുകയാണ്. അത് ബ്രിട്ടീഷ് ഗവൺമെന്റ് കാലത്ത്. അന്നാണ് അലീഗഡിലെ കുട്ടികൾ അദ്ദേഹത്തെ റിക്ഷയിൽ ഇരുത്തിയിട്ട് വലിച്ചു കൊണ്ടുപോയതൊക്കെ അതിന്റെ ആവേശമായിട്ട്. പിന്നീട് 1954 നെഹ്റു ഗവൺമെന്റിന്റെ കാലത്ത് സമഗ്രമായ വഖഫ് നിയമം വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സെൻട്രൽ വഖഫ് ബോർഡും സ്റ്റേറ്റ് വഖഫ് ബോർഡുകളും അതിന്റെ അധികാരങ്ങളും പദവികളൊക്കെ വരുന്നത്. അതാണ് ഇപ്പൊ 2024 അതിന്റെ ഇടയിലെ ചെറിയ അമെന്റ്മെന്റുകളൊക്കെ വന്നു. പക്ഷേ 2024 അമെന്റ്മെന്റിലാണ് BJP അമുസ്ലിം 2 അംഗങ്ങൾ. അത് പറയാണ്ടതിന്റെ കാരണം എന്താ പറയാ, നേരത്തെ പറഞ്ഞതാണ്. നിയമസഭാ അംഗങ്ങളിൽ മുസ്ലിം MLA-മാരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന മെമ്പർമാർ വേണം. BJPക്ക് ഇപ്പൊ ഉത്തർപ്രദേശിൽ BJPക്ക് ഒരൊറ്റ മുസ്ലിം MLA, മധ്യപ്രദേശിൽ ഒരൊറ്റ മുസ്ലിം MLA ഇല്ല, ഗുജറാത്തിൽ ഒരൊറ്റ മുസ്ലിം MLA ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും UP-ലെയും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ വഖഫ് ബോർഡിലെ MLA-മാരുടെ പ്രതിനിധി ആരാണ് വരിക? പ്രതിപക്ഷത്തിന് വരിക. അങ്ങനെ പ്രതിപക്ഷത്തിന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണ്? വഖഫ് ബോർഡിന്റെ തീരുമാനങ്ങളിൽ പലപ്പോഴും അവർക്ക് ഇടപെടാൻ കഴിയില്ല. അപ്പൊ BJPക്ക് അതിൽ ഇടപെടണം. എന്നാൽ ഒരു മുസ്ലിം നാമധാരി പോലും അവർക്ക് ജനപ്രതിനിധിയായിട്ട് വെക്കാനും കഴിയില്ല. ആ തന്ത്രത്തിന്റെ ഭാഗം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കി. ഇന്ത്യയുടെ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി അതിനെ മറികടക്കാൻ എന്തേ വഴിയുള്ളൂ? നമുക്ക് സുപ്രീം കോടതിയിൽ പോകാം. ഷബാനു ബീഗം കേസിൽ അങ്ങനെയാണോ? എവിടെ പോയി കോടതി? സുപ്രീം കോടതി ഇപ്പൊ നിലവിലുള്ള രാജ്യത്തിന്റെ നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ച നമ്മുടെ രാജ്യത്തിന്റെ നിയമപ്രകാരം വഖഫ് ബോർഡിൽ എന്തുണ്ട്? 2 മുസ്ലിം അംഗങ്ങളുണ്ട്. കോടതിയിൽ നമ്മളതിനെ ചാലഞ്ച് ചെയ്യുന്നുണ്ട്. സുപ്രീം കോടതി നമ്മുടെ ആർഗ്യുമെന്റ് തള്ളി ഗവൺമെന്റ് പാസ്സാക്കിയ വഖഫ് ആക്ടിനെ അംഗീകരിച്ചാൽ നമുക്കത് അംഗീകരിക്കാൻ നിവൃത്തിയുള്ളൂ. ഇപ്പൊ ബാബരി മസ്ജിദ് അത് അള്ളാന്റെ വഖഫ് ഭൂമിയാണ്. 450 കൊല്ലം ഹയ്യാല സ്വലാത്ത് എന്ന് ബാങ്ക് വിളിച്ച സ്ഥലമാണ്. അള്ളാഹുവിന്റെ പേരിൽ ബാബർ വഖഫ് ചെയ്ത മീർബാക്കി ഉണ്ടാക്കിയ പള്ളിയാണത്. പക്ഷെ അവിടെ അത് രാമക്ഷേത്രം, അത് കോടതി അതൊക്കെ സമ്മതിച്ചിട്ട് എന്ത് ചെയ്തു? കോടതി എന്ത് ചെയ്തു? അത് ഭൂമി അവർക്കാണ് കൊടുത്തു. രാംലല്ലക്ക് വിട്ടെടുത്ത് നിങ്ങൾ വേറെ പള്ളി ഉണ്ടായിക്കോളെയാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളൊക്കെ അംഗീകരിച്ചില്ലേ? നമ്മൾ ആരെങ്കിലും ഇപ്പൊ വെള്ളിയാഴ്ച നേരം അങ്ങോട്ട് ചുമക്ക് പോകും. എന്തുകൊണ്ടാ പോകാത്തത്? ഇന്ത്യ രാജ്യത്തിന്റെ നിയമം നമ്മൾ ബാധിക്കുക എന്താണ്? അത് നമുക്ക് ബാധകമാണ് അല്ലെ? അതിലെ സത്യവും ഇന്നെന്താണ്? പക്ഷെ ഇതിലൊരു കൗശലം CPM-കാർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കാരണം അവർ ഭരണത്തിന്റെ മുമ്പ് ഈ 9 ആളുകളെ വേക്കന്റ് ആക്കിയിട്ടു അവരത് പിടിച്ചു നിൽക്കും. കാരണം ഞങ്ങൾ നിലനിൽക്കെ ഞങ്ങൾ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ സ്ഥാപിച്ചിട്ടില്ല. ഇപ്പൊ ലീഗ് അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് താങ്കൾ പറഞ്ഞതൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ലീഗ് അധികാരത്തിലിരിക്കെ 2 അമുസ്ലിങ്ങളെ അവർ നിയമിക്കാൻ പോവാണെന്ന് VD സതീശൻ കേരള നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയ പ്രമേയമാണ്. ഞങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത്. പിന്നെ വേറൊന്ന്, നിങ്ങൾ പറഞ്ഞ പോലല്ല CPM പറഞ്ഞേ. CPM-ന്റെ ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ് പറഞ്ഞ ഞങ്ങൾ ആ മുസ്ലിം അംഗങ്ങളെ നിയമിക്കണില്ല, അത് ഞങ്ങൾ പിന്നീട് നിയമിക്കുന്നു. അതാ വേക്കന്റ് ഇടുക എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതൊരു ട്രാപ്പാണ് ആക്ച്വലി. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിച്ച എന്താ അറിയോ? ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അവർക്ക് അധികാരത്തിൽ വന്നാല്
സ്വകാര്യം രണ്ടാളും കൂടെ വെക്കാന്നാണ്. ഗവൺമെന്റ് ഉണ്ടായില്ല. ഏതായാലും താങ്കളുടെ ഉത്തരം കൺവിൻസിംഗ് ആണ്.